ജോക്കി എന്തൊരു സർക്കിളാ ജോക്കിയുടെ കാട്ടാക്കട ജമാലു. കാട്ടാക്കട ജമാലുവിനെയാണ് നീ അന്ന് വിളിച്ചിട്ട് മറ്റേ സ്റ്റാഫ് ഗുരുവിനെ ഓർമ്മയുണ്ടോ? സ്റ്റാഫ് ഗുരു അവനാണത്. അവനാണ് കാട്ടാക്കട ജമാലു. 24 മണിക്കൂറും മറ്റേ തോക്ക് കിട്ടി, തോക്ക് പോയി, തോക്ക് കിട്ടി, തോക്ക് പോയി. കാട്ടാക്കട ജമാലിൽ പാവം പയ്യനല്ലേ ജോക്കിയാണ്. അല്ല ഞാൻ കുറച്ച് എന്നെ അങ്ങ് വിഷമിപ്പിച്ചല്ലോടെ. നിങ്ങൾ എന്തിനാണ് എനിക്ക് ഈ കുറ്റബോധം തരുന്നത് ഇങ്ങനെ? നല്ല മനസ്സുള്ള ചെറുപ്പക്കാരനാണ്. മോനെ കേക്കാവോ? മോൻ ഞാൻ ദേഷ്യപ്പെട്ടടാ കുറച്ച്. അത് ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു കേട്ടോ. സെക്സ് ഒന്നും അല്ലടാ മോനെ. സ്ട്രെസ് ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു. ടെൻഷൻ ഞാൻ മലയാളം മീഡിയത്തിലാണ് പണ്ട്. കണ്ടുമുട്ടിയ അവസാനം മോനെ കേറ്. ചേട്ടനെ പിടിച്ച ട്രക്സ്റ്റ് കാരൻ എന്നെ അടിക്കോ? ഓ ട്രക്സ്റ്റ് അല്ലടാ മോനെ. ഇല്ല എന്നെ പിടിച്ചാ മതി, ആരും പിടിക്കില്ല. ഞാനൊന്ന് നല്ല രീതിക്ക് വരുമ്പോഴത്തേക്ക് കറണ്ട് പോയി. എടാ നിനക്ക് കേക്ക് അറിയാവോ? കേക്കുണ്ട് എടാ കേക്കുണ്ടെന്നല്ലടാ, കേക്ക് അറിയാവോ? കേക്ക് മറ്റേ മിസ്റ്റർ എക്സിലുള്ള കേക്ക്. മിസ്റ്റർ എക്സിലുള്ള കേക്ക്. ഏത് മിസ്റ്റർ എക്സ്? ആര് പറഞ്ഞതൊക്കെ? അല്ല മിസ്റ്റർ എക്സ് അല്ല, മറ്റേ കേക്ക്. അല്ല മറ്റേ കേക്ക്. നീ വീടിനകത്ത് വണ്ടി ഒരു മിനിറ്റ് നിർത്തി. നിനക്ക് എങ്ങനെ മിസ്റ്റർ എക്സിനെ അറിയാം? മിസ്റ്റർ എക്സ് അതാരാ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാലേ അത് നമ്മള് കുടുംബശ്രീ ഉണ്ട് ഇവിടെ. നീ മറ്റേ കൊട എടുത്ത് മറ്റേ വവ്വാലിന്റെ തുണി കണക്ക് തല ചുറ്റി സംസാരിക്കുന്നതൊക്കെ എന്നോട് സംസാരിക്കല്ലോ കേട്ടോ. നോക്കിച്ചേട്ടാ നിങ്ങളെ പ്രശ്നം കറണ്ട് അല്ലേ, നമ്മ റെഡിയാക്കാം. അതെങ്ങനെ റെഡിയാക്കും? കറണ്ട് അങ്ങനെ റെഡിയാക്കും. നീ പറ. ഹലോ ബ്രോ എന്താ ബ്രോ നോക്കി ഓടിച്ചൂടെ വണ്ടി? എന്താണ് വള്ളി പിടിക്കാൻ നിൽക്കണ? ഞാൻ ഇവിടെ പ്ലംബിങ്ങിന് പോണ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ UPS വാങ്ങിയതാനാ? നീ സങ്കടപ്പെടുത്തല്ലേ, മനസ്സിലായോ? ഹലോ ബോഡി ഗാർഡ് പറയൂ. ഹലോ സിറ്റിയിലെ തവളക്കണ്ണന്മാർക്ക് വരെ ബോഡി ഗാർഡ്. ഹലോ രാജു, ബോഡി ഗാർഡ് ഇപ്പം ആവശ്യമില്ല. ക്രൗഡ് കൂടുമ്പോ വിളിക്കാം. ഓക്കെ ശമ്പളം ഞാൻ അയച്ചിട്ടുണ്ട്. ഇവനൊരു പെണ്ണ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയാം. നാണോ ഇല്ലയോടെ കണ്ടവന്മാർക്ക്? ഞാനൊരു കാര്യം പറയട്ടെ സിമ്പിൾ ആയിട്ട്. ജമാലും ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ വാസു, നീ നടത്തുന്നത് ഗ്യാങ് ആണോ അതോ മറ്റേ വേറെ വല്ലോ ആണോ? ഞാൻ അറിയാത്തോണ്ട് അല്ല. ഞാനിത് പറയട്ടെ. ഹലോ ഹലോ ഹോൾഡ് ചെയ്യാനോ? ഹലോ കോളിൽ പറഞ്ഞ കേട്ടില്ല. ഹോൾഡ് ചെയ്യാൻ ഒരു സെക്കൻഡ്. ജോക്കിയോട് സംസാരിച്ചോണ്ടിരിക്കുക. ജോക്കി അങ്ങനെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഡെയ്സി ജോയ്സ് എന്ന് പറഞ്ഞൊരു പെണ്ണിനെ കണ്ടു. ഡെയ്സി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോബി കെട്ടാൻ പോണ കൊച്ചാണ് ജോക്കിയത്. കെട്ടാനോ? കല്യാണം കഴിക്കാൻ ഈ സിറ്റിയില് പിന്നല്ല നമ്മുടെ ഗാങ്ങിൽ നിർത്താൻ കെട്ടുകയാണ്. കെട്ടിയില്ല, അതെ കെട്ടാൻ വെച്ചിരിക്കുന്നേ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, എന്തൊക്കെയാ നടക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ആ പെണ്ണ് 4 മാസം ആ പെണ്ണിന്റെ ആദ്യത്തെ ഗർഭം എടുത്തേരാന്നറിയാവോ? മന്ദാരം. ഈ സിറ്റിയിലെ പേരെടുപ്പും ഗർഭവും അല്ലാണ്ട് ഈ സിറ്റിയിലുള്ളവന്മാര് നമുക്ക് വേണ്ടി ഈ ഗാങ്ങിലുള്ളവന്മാർ എന്തെങ്കിലും ചെയ്യുന്നു? നമ്മൾ എന്തോരം വള്ളി പിടിക്കുന്നുണ്ട് ജോക്കി. അങ്ങനെ പറയരുത് ജോക്കി. ഈ ഗ്യാങ്ങിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടവന്മാർക്ക് ഒരിടത്ത് നിൽക്കണം. ഞാൻ ഡയലോഗ് തീർക്കണം എനിക്ക്. ഈ ഗ്യാങ്ങിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ട് അവന്മാർ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്ത് അതിന്റെ ഇടയ്ക്കത്തെ ഒരു റിലാക്സേഷൻ ടൈമിൽ അവരിത് പോകുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ജോക്കി? ജോക്കി ശരിയാണ്, പേരെടുപ്പൊക്കെ അത് ഔട്ട് ഓഫ് ദ ലീഗാണ്. അത് എങ്ങനെ വന്നാലും ചെയ്ത് സക്സസ് ആക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കൊച്ചു ജീവനോടുണ്ട്.
അപ്രീഷിയേറ്റബിൾ കാര്യമാണ്. MBBS എടുത്തവർക്ക് പോലും എടുത്ത കിഡ്നി തിരിച്ചു വെക്കാൻ പോലും അറിഞ്ഞൂടാ. കത്രിയൊക്കെ വെച്ച് തയ്ച്ചു വിടലാണ് പരിപാടി. തല നീ സംസാരിക്കുമ്പോ എന്താ ജോക്കി? അവന്റെ തല അനങ്ങുന്നുണ്ടോ ജമാലുവിന്റെ? അത് ഞാൻ വർത്താനം പറയുമ്പോ ഇളകും. കിഡ്നിക്ക് മാത്രല്ല തലക്കും പ്രശ്നമായി. കിഡ്നിയോ? ഞാൻ അന്ന് നമ്മള് കിഡ്നി പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ പോയ ഓർമ്മയല്ലേ ജോക്കി ചേട്ടാ? നീ സംസാരിക്കുമ്പോ നിന്റെ തലയൊട്ടി ഇങ്ങനെ അനങ്ങോ? ഇളക്കം നിനക്ക്. ആശുപത്രി കാണിച്ച് ഓല് പറഞ്ഞു തല വെട്ടല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ലാന്ന്. തല വെട്ടിയൊക്കെ ജീവിക്കും. അതിനാ അവലോട് ചോദിച്ചു. അപ്പൊ ഓല് പറഞ്ഞു ഇങ്ങനെ കാലാകാലം ഇങ്ങനെ ഇളകിയോണ്ടിരിക്കുന്നു. വേറെ മരുന്നില്ല ഇതിന്? ഹോൾഡ് ചെയ്യാ. ഒരു മിനിറ്റ് ചേട്ടപ്പടി ട്രിഗർ ആവും. അയ്യോ മാറി നിക്ക. അയ്യോ പൂക്കിയായി അണ്ണാരത്തമ്പി ഓടിയ പാട്ടിടണോ? എടാ എന്താടാ നിന്റെ പ്രശ്നം? ഒന്നുമില്ല ചിരിച്ചപ്പേ. സോറി ആ വണ്ടിയിൽ ഇത്ര സ്പീഡിൽ എത്തിയെന്ന് പറഞ്ഞാൽ എനിക്ക് പക്ഷേ ഇവനോട് സംസാരിക്കുമ്പോ എനിക്ക് ആരെ ഓർമ്മ വരുന്നറിയാം. എനിക്ക് ഉസ്മാനെയാണ് ഓർമ്മ വരുന്നത്. നിങ്ങളുടെ മൈക്കിന് വരെ വെച്ചേക്കുന്നത് അമ്പലപ്പറമ്പിൽ നിന്ന് വല്ല അടിച്ചു മാറ്റിയ കോളാമ്പിയാണോ? അതെനിക്ക് സംശയമുണ്ട് ചോദിക്കാൻ. എന്നെ പറ്റിച്ചാന്ന് തോന്നുന്നു. ഇത് ആരാ? നമ്മളിവിടെ എങ്ങനെ അറിഞ്ഞേ? റേഡിയോയിൽ പറഞ്ഞല്ലേ? റേഡിയോയില് പാപ്പനില്ലല്ലോ. ഓ ഉണ്ട്. ചില്ലി എങ്ങ അപ്പു. എന്തായാലും അതൊക്കെ പിള്ളേരെ സ്നേഹം കൂടുമ്പോ എന്നെ അപ്പൂന്ന് വിളിക്കുന്നത്. അങ്ങനെ പിന്നെ അവരുടെ ആഗ്രഹ പ്രകാരം ഞാൻ വേറെ കേട്ടോ വിളിക്കുന്നേ. ജോക്കി ആ ഈ ആഴ്ച ഞാൻ ജോക്കിയെ ഗ്യാങ് ലിസ്റ്റിലോട്ട് ഇട്ടിട്ട് ജോക്കിക്ക് ഒരു ഈ ഹുഡിയൊക്കെ ഇട്ട് ജോക്കി ഇറക്കട്ടെ. എടാ അങ്ങനെ ഞാനേ ഈ സിറ്റിക്കകത്ത് ഘോരം 4-5 മണിക്കൂർ സിറ്റിക്കകത്ത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കും. ഒരു 5 ദിവസം എനിക്ക് തന്നു കഴിഞ്ഞാൽ ഗ്യാങ് ഞാൻ വേറെ രീതിക്കാക്കി തരും. ഉറപ്പാണോ? പിന്നെ അപ്പൊ അടുത്ത ശനിയാഴ്ച ഡേറ്റ് കഴിഞ്ഞു തിങ്കളാഴ്ച. ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഗോഡ് ഫാദർ എന്നും പറഞ്ഞ സ്ലോട്ടും കൂടെ ആഡ് ചെയ്യും. ഇപ്പൊ 2 ഗ്യാങ്ങിനായല്ലോ. ഒരു 3-4 ഗ്യാങ്ങും കൂടെ ഓരോരുത്തരെ വെച്ചാൽ കൊടുക്കണം ഗോഡ് ഫാദർ എന്നും പറഞ്ഞു. ഓ അത് ശരിയാ. സത്യം കേട്ടോ. ഇത് ഓഫ്ലൈനിൽ പറഞ്ഞാൽ പോരായിരുന്നു. നാളെ അപ്ഡേറ്റ് ചെയ്യില്ലായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ചെയ്തതല്ലേ പറയത്തുള്ളൂ. ഇതിന് നടക്കൂല. ഇത് നടന്നു കഴിഞ്ഞാൽ സെർവർ നമ്മുടെ ആയില്ലേ? പിന്നെ ഇത് ഓഫ്ലൈനിൽ പറഞ്ഞു ഐഡിയ ചെയ്യത്തില്ലേ? അന്നിപ്പോ ഓൾറെഡി സെർവർ നമ്മുടെ കറണ്ട് പോയത് തോന്നുന്നു. ഞാനിപ്പോ കത്തി പോകും. സുഖമല്ലേ? സുഖമാണ്. നീ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് കാണണോന്ന് പറഞ്ഞായിരുന്നു. അണ്ണനൊന്ന് കാണാൻ. എന്തിനാ കാണണേ? അണ്ണനൊക്കെ ഇവിടുത്തെ വലിയ ആളല്ലേ. അല്ലാ ഒന്നിങ്ങോട്ട് നടന്നേക്കെ. നമ്മൾ ഏകദേശം ഒരേ നീളവും ഹൈറ്റും അല്ലേ? പിന്നെ എങ്ങനെയാ ഞാൻ വലുതാവുന്നേ? അങ്ങനല്ല, പിന്നെ വലിയ പുള്ളി. എവിടെ എന്റെ ദേഹത്ത് പുള്ളിയൊന്നും ഇല്ലല്ലോ. ദേഹത്തല്ല, സിറ്റിയിലെ വലിയ പുള്ളി. ജോക്കി ചേട്ടൻ. നീ എന്നെ പറ്റിയല്ലേ സംസാരിച്ചോണ്ടിരുന്നേ? അല്ല, ജോക്കി ചേട്ടനും വലിയ പുള്ളിയല്ലേ? അങ്ങനെ മറ്റേ ഹുഡിയുടെ കാര്യം കാര്യമായിട്ട് പറഞ്ഞാണോ? ഏത് പുള്ളിയുടെ കാര്യം? പുള്ളിയുടെ അല്ലടാ, ഹുഡിയുടെ. പിന്നെ ജോക്കി അടുത്ത ആഴ്ച ജോക്കി നമ്മുടെ മെയിൻ ലൈൻ ഇടാൻ ജോക്കി. ഈ ആഴ്ച കഴിഞ്ഞു പോയി ജോക്കി. അല്ലെങ്കിൽ ഞാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിപ്പോ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മളെ തൂക്കും. എടുക്കടേ, ഇവന്റെ ഫ്യൂസ് കുറച്ചോണ്ട് പോയി. അപ്പൊ ഇത് മാറ്റേണ്ട ഡേറ്റ് കഴിഞ്ഞായിരുന്നോ? ഇന്ന് എന്തോ ദിവസം? ഇന്ന് തിങ്കളാഴ്ച 12 മണി. കഴിഞ്ഞു. സൂപ്പർ, നൈസ്, താങ്ക് യു. അടുത്ത ശനിയാഴ്ച ജോക്കി വേണ്ടാന്ന് പറയുന്ന വിചാരിച്ചു കേട്ടോ സ്ലോട്ട്. ഇനി ആരെ മാറ്റും ഞാൻ? TV മിക്കവാറും ഇതിനകത്ത് പ്രശ്നമാവേ. ആരെ മാറ്റുമെന്ന് ഒരു പെടുത്തല്ല. ഞാൻ ഒരാഴ്ച മാറിയെന്നാല അതേ നടക്കുള്ളൂ. പിന്നെ പറയാം. എന്ത്? ജോക്കി ചേട്ടൻ കുറച്ച് ട്രിഗർ. നീ അത് കാര്യമൊക്കെ ഉണ്ടെങ്കിൽ വേണ്ട ചേട്ടൻ ഇന്നും ട്രിഗറായ സീനാണ്. ഇല്ല ട്രിഗറൊന്നും ആവില്ല. എടാ ഇങ്ങനെ ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതേ സിറ്റിയിൽ എനിക്ക് മാത്രമാ. മനസ്സിലായേ? ഇപ്പൊ വരും നോക്കിക്കോ. ഇല്ല നീ എന്ത് പറയാനുള്ള പറഞ്ഞ? എന്ത് പറയാൻ, നമ്മള് അണ്ണനെ കാണാൻ വേണ്ടിന് വിളിച്ചീന്. അണ്ണൻ ഇവിടുത്തെ വലിയ ആളായോണ്ട് അണ്ണനും ജോക്കിയൊക്കെ വലിയ പുള്ളി. നീ ഒരു 5 വട്ടം പറഞ്ഞപ്പോഴേ എനിക്ക് ഇനി ഇങ്ങോട്ട് സൂഹിക്കുന്നില്ല. ആണോ?
സോറി അണ്ണ. ഉം. അതാ വരുന്നുണ്ട്. ഞാൻ അതിലൂടെ നടക്ക്. അസംബ്ലി ഡിസ്പെൻസ്. അണ്ണാ അണ്ണ ഒരു ചെറിയൊരു സംഭവം ഉണ്ടെന്നാ. ശംഭുവാ? ഗേൾഫ്രണ്ടിൽ ചെറിയൊരു സംഭവം ഉണ്ടെന്നാ. ആ ശംഭവം എന്ത് ശംഭവം? അല്ല, സംഭവം ആ, അണ്ണാ. പറ അണ്ണാ സംഭവം എന്ന് വെച്ചാ അത് മോബിയുടെ ഗേൾഫ്രണ്ടില്ലേ ഡെയ്സി. ഉം, ഡെയ്സിയുടെ ഒരു മോളുണ്ടല്ലോ. ഉം. ഡെയ്സിയുടെ മോളെ ഉണ്ടല്ലോ ആക്ച്വലി കാണാനില്ല. അത് എവിടെയോ യു കെ വിട്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷെ യു കെ ഗ്യാങ് ആണെന്ന് കൊണ്ടുപോയെന്നൊരു സംശയമുണ്ട്. യു കെനെ തല്ലിയാലും സംശയമുണ്ട്. ഈ ഡെയ്സിയുടെ ഒരു കുഞ്ഞമ്മയുടെ മോളായ പുള്ളിക്കാരിയെ MRC കൊണ്ടുപോയിട്ടുണ്ട് അങ്ങോട്ട്. അവരുടെ അടുത്തുള്ള ഒരു വാർ എടുത്താലോ? അത് ഓക്കെയാണ്. പിന്നെ അതേപോലെ വേറൊരു സംഭവം നടന്നായിരുന്നു ഈ ഇടയ്ക്ക്. ആരുടെയോ ഒരു കുഞ്ഞമ്മയോ കൊച്ചാപ്പയോ ആരോ ഒരാൾ കൊണ്ടുപോയിരുന്നു. നമുക്ക് വേണം അതിനും അവരെയും തല്ലായിരുന്നു. അങ്ങനെ നോക്കുമ്പോ 3 വള്ളിയുണ്ട് പെൻഡിങ്. എടാ ഞാനൊരു കാര്യം പറയട്ടെ, കണ്ടവന്മാരുടെ അമ്മുമ്മയും കുഞ്ഞമ്മയും കുഞ്ഞമ്മയുടെ മോളെയും ഒക്കെ തട്ടിക്കൊണ്ട് പോകുന്നതൊക്കെയാണ് സിറ്റുവേഷൻ ആയിട്ട് എടുത്ത് വള്ളിയായിട്ട് എടുക്കുന്നതെങ്കിൽ നിന്റെ പേരെന്തോ? ജൂഡാണോ ഇത് ബേബലാണോ? ആ ജുഗുരു. എടുത്ത് കിണ്ടിക്കളയോ? ഞാൻ ചുമ്മാ ഇത് പറഞ്ഞല്ലേ. എന്തൊക്കെ കേക്കണം അവന്റെയൊക്കെ. എന്തൊക്കെ നമുക്ക് നമ്മൾ ഈ കാട്ടി നിൽക്കുന്ന എന്തിനാണ്? ഇത് ആരാ എന്റെ പുറത്തിരിക്കുന്നത്? അപ്പൊ ഒന്ന് വന്നേ, ജസ്റ്റ് എനിക്കൊരു കാര്യം ചോദിക്കാണ്. അപ്പൊ ഇവിടെ എവിടെയാണ് സെമിത്തേരി? സാൻഡിയില് സെമിത്തേരിയോ? ഇല്ല, സാൻഡിയില് സെമിത്തേരി എന്റെ അറിവിലില്ല. ഇത്രയും നാളായിട്ട് ഇതൊന്നും അറിയില്ല. എത്ര വർഷമായി ഇത് കളിക്കാൻ? 5-6 വർഷമായില്ലേ? സെമിത്തേരി ഈ സാൻഡിയുടെ അല്ല, അതൊക്കെ മലമുകളില് ഒരാളുടെ മറ്റേ കുരിശ് വെച്ചൊരു സാധനം ഉണ്ട് അവിടെ. ആ മലമുകളില്. ഏത് മലമുകളില്? നേരെ ഒരു മല കാണുന്നുണ്ടോ? നേരെ കാണുന്നില്ല. നേരെ. അപ്പൊ സാൻഡിൽ ഇതല്ലാതെ വേറെ ഒരിടത്തും കുഴിച്ചിടാൻ പറ്റൂലല്ലോ? കുഴിച്ചിടാൻ പറ്റുന്ന സ്ഥലം ഈ സാൻഡിയിലല്ല എന്റെ അറിവില്ല. നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. ജസ്റ്റ് വണ്ടിക്കകത്ത് കയറി അത് മാർക്ക് ചെയ്താൽ മാത്രം മതിയേ. അയ്യോ അത് ഞാൻ ഓടിച്ചാ മതിയോ? ഇല്ല ഞാൻ ഓടിച്ചോളാം. വഴി പറഞ്ഞു തന്നാ മതി. അപ്പാപ്പ എന്തൊക്കെയുണ്ട് അപ്പാപ്പ വിശേഷം? ജീവിതമൊക്കെ എങ്ങനെ പോകുന്നത്? അപ്പൊ ഇവിടെ പള്ളി എന്തിലുണ്ടോ? ആൾക്കാരെ അടക്കുന്ന പള്ളി സാൻഡിയിലോ? ഉണ്ട് ബാക്കി. സാൻഡിൽ പള്ളി ഉണ്ടോ? ആ പള്ളിയുണ്ട്. അപ്പൊ പള്ളിയൊക്കെ ഒരു അർജന്റ്. എടാ 2 വാണിംഗ് ആയേ. ഒരു വണ്ടി എടുക്കും. ജമാല് ഒന്ന് കേറി ഇരിയടെ ഒന്ന്. ഞാൻ ഇരുന്ന എന്തിനാ ഇപ്പൊ ഇറങ്ങിയത്? ഞാൻ കാര്യം പറയട്ടെ, എന്തൊക്കെയുണ്ട്? സുഖമാണോ? എന്നോടാ പിന്നെ സുഖമാണോ? നേരെ ഇവിടെ നേരെയാണോ? ഏകദേശം മാർക്ക് എടുത്താൽ തോന്നുന്നു. വലത്തോട്ട് ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ട് വലത്തോട്ട്.